ബ്രേക്ക്ഫാസ്റ്റ് റൈസ്. നമ്മളെ മിസോ സൂപ്പാണെന്ന് തോന്നുന്നു. സൈഡ് ഡിഷ് ചുമ്മാ യാക്കിസോബ ഇഷ്ടപ്പെട്ടത്. ഇവിടെ യമ്മി അല്ല ചുമ്മാ ഓയിഷി. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നോഗി ഹിൽസ് അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ താഴെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് എന്തോ ടൈപ്പ് ഉണ്ടായിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളവിടെ നിന്ന് കഴിച്ചാൽ. അപ്പോൾ 8:30 വരെ എന്നാണ് ടൈം കൊടുത്തേക്കുന്നത്. നമ്മളപ്പോൾ 8 മണിക്ക് അവിടെ എത്തി. പക്ഷെ അവർ പറഞ്ഞു 8:30 നമ്മൾ കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് പോകണം എന്ന്. രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നാളെ നമുക്ക് നേരത്തെ വരണം. ഇതോ അത് കണ്ടോ സക്കുറ, അത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ കണ്ടോ ഒരു പൂച്ചയും പട്ടിയും. അവരതിനെ കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ബെൽറ്റൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അതൊന്നും വെളിയാണ്. കൂട്ടിനകത്തല്ല, ചെറിയൊരു കൂടാണ് കേട്ടോ. ഇതാണ് സക്കുറ. അവർക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇതോ മുകളിലാണ്. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ ചുമ്മാ നമ്മൾ എന്തോ കഴിച്ചേ നമ്മള് ഗ്ലാസ് എന്താ കഴിച്ച നമ്മള് ചുമ്മാ ചോറ് കഴിച്ചല്ലേ? ചോറ് കഴിച്ചു. ജാപ്പനീസ് പീപ്പിൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അവർ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ജാപ്പനീസ് റൈസ്, ഒരു സ്റ്റിക്കി റൈസ് ഉണ്ട്, അതാണ്. അപ്പോൾ ലച്ചു രാവിലെ അതാണ് കഴിച്ചാൽ. നമ്മളും അതന്നെ കഴിച്ചു. അമ്മലും അതല്ല കഴിച്ചാൽ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വിശന്നിരുന്നത് കൊണ്ട് മാത്രമല്ല, എനിക്ക് ജാപ്പനീസ് ഫുഡ് അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ റൈസ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ റൈസും പിന്നെ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സൈഡ് ഡിഷസ്, അവരുടെ സൈഡ് ഡിഷായിരുന്നു അമലുവിൻ്റെ മെയിൻ കോഴ്സ്. എന്നിട്ട് അല്ലേ അമലു? സാലഡ്. നമ്മൾ തിരിച്ചു വീണ്ടും റൂമിൽ പോവുകയാണ്. നമ്മളെ റൂം ടൂർ. ഇത് നമ്മുടെ കോറിഡോർ. നമ്മുടെ റൂം 705. എന്തിനാണോ നോക്കി വെച്ചേക്കണം, ഞാനും ആലോചിച്ചു. അത് പക്ഷേ മലയോരം കണ്ടോ, മലയിൽ ചെറിയൊരു മഞ്ഞ്. അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു 17-18 ടെമ്പറേച്ചർ എങ്കിലും രാത്രി നല്ല തണുപ്പുണ്ട്. ഇതാണ് നമ്മുടെ റൂം 705. ഇവിടത്തെ പോവും താക്കോലൊന്ന് ഇവിടെ നമ്മൾ റൂം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. താക്കോലെടുത്തില്ല, കണ്ടോ പോയി. നമ്മൾ അകത്ത് കയറണം, ഒന്ന് തുറന്ന് തരണം. വീഡിയോ ഓണല്ലായിരുന്നു. എന്ത് പ്രഹസനമാണ് സജി. അപ്പോൾ ഇതാണ് എൻട്രൻസ്. എല്ലാ ജാപ്പനീസ് വീടുകളിലും അല്ലെങ്കിൽ ജാപ്പനീസ് അപ്പാർട്ട്മെൻറ്റും ഇങ്ങനത്തെ ഒരു ഏരിയ കാണും. നമ്മൾ ചപ്പൽ, നമുക്ക് ഷൂസ് ഇവിടെ വയ്ക്കാം. ഒരു റാക്കുണ്ട്. ഓർ ഇവിടെ നമുക്ക് ഊരിയിടാം. ജാപ്പനീസ് പീപ്പിൾ ഒരിക്കലും ജപ്പാൻകാർ അങ്ങനെ പറയും. ജാപ്പനീസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ജപ്പാൻകാർ ഒരിക്കലും അവരുടെ വെളിയിലത്തെ ഷൂ ഇതിനപ്പുറത്തോട്ട് പോകത്തില്ല. വൃത്തിയുടെ കാര്യത്തിൽ വളരെ ഇതാണ്. എന്നിട്ട് ഇവിടെ അവർ വീട്ടിലിടുന്ന ചെരുപ്പ് ഉണ്ടായിരിക്കും. എൻ്റെതും ഉണ്ടായിരുന്നു. ഇപ്പോൾ അമലും അത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇത് ഡൈനിങ്. ആകെ 2 ചെയറാണുള്ളൂ. നമ്മൾ റൂമിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു മൈക്രോവേവ് ഉണ്ട്, ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു 2 ഗ്ലാസ്, ഒരു 2 പ്ലേറ്റ്. കിച്ചണിൽ കെറ്റിൽ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ
പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ പാത്രം വാങ്ങിച്ചു. ഇത് വാഷ് ഏരിയയാണ്. ഇവിടെ നമ്മുടെ ഹായ് ഇത് ഒരു റൂം, പിന്നെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റും. ഇത് നമ്മുടെ ബാത്റൂമാണ്, ഷവർ, ബാത്ത് ടബ് ഇല്ലാത്തൊരു ജാപ്പനീസ് അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ആൻഡ് ദിസ് ഈസ് ടോയ്ലറ്റ്. ജാപ്പനീസ് ജപ്പാനിൽ എപ്പോഴും ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. സംഭവം അടിപൊളിയല്ലേ? ടോയ്ലറ്റ് ഭയങ്കര വെറൈറ്റിയാണ്. നമുക്കിവിടെ മറ്റേ ജെറ്റ് പൈപ്പ് ഇവിടെ ഇല്ല, അപ്പം നമുക്കിത് കഴുകാനുള്ള ബട്ടണാണ് ഇത്. അപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു പൈപ്പ് വന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകുന്നതാണ്. ആൻഡ് പേപ്പർ, അല്ലാതെ നമ്മളടുത്ത പോലെ മറ്റേ ജെറ്റ് പൈപ്പ് എന്നാണ് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. അതില്ല. ആൻഡ് പിന്നെ നമുക്കിവിടെ ഉള്ളത് 2 ബെഡ്റൂമുണ്ട്. അത്യാവശ്യം നല്ല മെസ്സി ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ലഗേജൊക്കെ എടുത്ത് ഞാൻ വയ്ക്കുന്നതേ ഉള്ളൂ. ഇത് കബോർഡും സാധനങ്ങളൊക്കെ ഞാൻ പറക്കിയെടുത്തിട്ടേക്കുമാണ്. ഇനി നമ്മളിവിടെ രണ്ടാഴ്ചയിലല്ലോ 13 ദിവസം എല്ലാം ഇവിടെ നിങ്ങൾ കിടക്കുന്നതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. ഇത് നമ്മുടെ ബാൽക്കണി. വാവ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ ബാൽക്കണി തുറന്നിട്ടിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ ബാൽക്കണി ഇതാണ്. 2 ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ എന്നൊന്നും പറയാനില്ല. അവിടെ നിന്ന് കുറച്ച് ഇതുണ്ട്. അത് സെമിത്തേരി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ദൂവാ കാണുന്നത്. അതിൻ്റെ ബാക്കിൽ കണ്ടായിരുന്നു അവിടെ ഒരു സക്കുറ ട്രീ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് 2. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന് പറ ദച്ചുമാ പറ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ് പറ.